ലസാഗു എന്താണെന്ന് നോക്കാം. ലസാഗു എന്ന് പറഞ്ഞാൽ ലഘുതമ സാധാരണ ഗുണിതം. ലഘുതമ സാധാരണ ഗുണിതമാണെന്ന് പറയാം ലസാഗു. അല്ലെങ്കിൽ എന്താ പറയാ, LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. LCM ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തെയാണ് എന്താ പറയുന്നത്, ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തെയാണ് എന്താ പറയുന്നത്, പൊതു ഗുണിതം. ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തെയാണ് എന്താ പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത്, ലസാഗു എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ നമുക്ക് നോക്കാം, ഒരു 2-3 സംഖ്യകൾ നോക്കാം. 4, 6, 8 ഈ 3 സംഖ്യകൾ നോക്കാം. അതിന്റെ ഗുണിതങ്ങൾ നോക്കാം. 1 4 4, 2 4 8, 3 4 12, 16, 20, 24 എക്സെട്ര. ഓക്കെ. ഇനി 6 നോക്കാം. 1 6 12, 12, 3 18, 4 24, 5 6 30 എക്സെട്ര. 8 നോക്കാം. 1 2 16, 3 24, 4 32, 5 40 എക്സെട്ര. അല്ലെ? അപ്പൊ നമ്മൾ ഈ 3 സംഖ്യകളുടെയും ലസാഗു കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ 3 സംഖ്യയുടെ ഗുണിതങ്ങൾ എഴുതി. അപ്പൊ ഇതിനകത്ത് 3 സംഖ്യകളിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കണം. ഈ സംഖ്യക്കകത്തും ഈ 3 എണ്ണത്തിനകത്തും നമുക്ക് കോമൺ ആയിട്ട് വരികയും വേണം. അപ്പൊ 4 ഇതിനകത്തുണ്ട്, പക്ഷെ ഇതിനകത്തില്ല. 6 ഇല്ല. 8 ഇതിനകത്ത് 2 ഇതിനകത്തുണ്ട്, പക്ഷെ നടുക്കിനകത്തേ ഇല്ല. ഇനി അടുത്ത് 12 ഇതിനകത്ത് 2 ഇതിനകത്തുണ്ട്. അല്ലെ? അടുത്ത എന്ത്, 24 ഇതിനകത്തുണ്ട്, 24 ഇതിനകത്തുണ്ട്, 24 ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് 3 എണ്ണത്തിനകത്തും കോമൺ ആയിട്ട് ഒരു സംഖ്യ ഇതാണ് 24. അപ്പൊ ഇതിന്റെ ലസാഗു എത്രയാണ്? 8ന്റെയും 6ന്റെയും 4ന്റെയും 6ന്റെയും 8ന്റെയും ഏതാണ്? 4ന്റെയും 6ന്റെയും 8ന്റെയും ലസാഗു എത്രയാണ്? 24 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഘടകക്രിയകളാക്കി നോക്കാം. 8ഉം 4ഉം 6ഉം 8ഉം നമ്മളിങ്ങോട്ട് ഘടകങ്ങളാക്കും. മനസ്സിലായോ? 2 കൊണ്ട് ഭാഗിക്കും. ഇപ്പൊ ഈ എല്ലാ സംഖ്യകളും എന്തോ 2 കൊണ്ട് ഭാഗിക്കും. 2ന്റെ ഗുണിതങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പൊ 2ന്റെ പട്ടിക ചെല്ലുക 4 ആകുമ്പോൾ നിർത്തണം. എത്ര കിട്ടും? 2 2 4. 2ന്റെ പട്ടിക ചെല്ലുക 6 ആകുമ്പോൾ നിർത്തണം. എത്ര കിട്ടും? 3 2 6. 2ന്റെ പട്ടിക ചെല്ലുക 8 ആകുമ്പോൾ നിർത്തണം. എത്ര കിട്ടും? 4 2 8. ഇനി രണ്ടും ഇത് ഇരട്ട സംഖ്യയാണ്, ഇത് ഇരട്ട സംഖ്യയാണ്. അതായത് 2ന്റെ ഗുണിതങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അടിയിൽ വരെ എടുക്കുക. ഇപ്പൊ 2 ഇവിടെ എഴുതുക. എത്ര കിട്ടും? 1 2 2, 3 താത്രക 2 2 4. ഇനി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ LCM കണ്ടുപിടിക്കുന്നതിന് ഈ സൈഡിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതും എല്ലാം കൂടെ എടുത്ത് ഗുണിക്കണം. അപ്പൊ 2 ഗുണം 2 ഗുണം 1 ഗുണം 3 ഗുണം 2. അപ്പൊ ഇസിക്കലു 2 ഗുണം 2 4, 4 ഗുണം 1 4 തന്നെ, 4 3 12, 12 ഗുണം 2 24 എന്ന് വരും. എത്ര കിട്ടും? 24 എന്ന് വരും. ഇതാണ് ഇതിന്റെ LCM. ഇതാണ് നമ്മൾ എന്തോ കണ്ടുപിടിച്ച് ഇവിടെ കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തെയാണ് എന്താ പറയുന്നത്, ലസാഗു എന്ന് പറയുന്നത്. അതിനെ ഘടകങ്ങളാക്കുമ്പോൾ ഇങ്ങനെയാണ് ഘടകങ്ങളാക്കി കണ്ടുപിടിക്കുന്നത്. ഇതിനെയാണ് എന്താ പറയുന്നത്, ലസാഗു. മനസ്സിലാവുന്നുണ്ടോ? നോക്കാം. 8ന്റെയും 5ന്റെയും 12ന്റെയും ലസാഗു കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്താ 8 5 12 ഇങ്ങോട്ട് എഴുതും, എന്നിട്ട് ഘടകങ്ങളാക്കും. ഇതിനെ ഘടകക്രിയ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ 2 കൊണ്ട് 2 ഇങ്ങോട്ട് എഴുതും, 2 കൊണ്ട് ഭാഗിക്കും. അപ്പൊ നോക്കിയോ, ഈ 2ന്റെ ഗുണിതങ്ങളല്ലേ 8, 12 2ന്റെ ഗുണിതമല്ലേ. അപ്പൊ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ 2ന്റെ പട്ടിക ചെല്ലുക 8 ആകുമ്പോൾ നിർത്തുന്നത്. എത്ര കിട്ടും? 4 2 8 എന്ന് കിട്ടും. 5 താത്രക്കുക. ഇനി അടുത്ത 12നെ ചെയ്യണം. 2ന്റെ പട്ടിക ചെല്ലുക 12 ആകുമ്പോൾ നിർത്തുക. എത്ര? 6 2 12. ഇനി നമ്മൾ 2 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. 2 വെച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ 4നെയും 6നെയും ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 2ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിയിൽ ഇങ്ങനെ വരയ്ക്കുക, 2 ഈ സൈഡിൽ എഴുതുക. അപ്പൊ 2ന്റെ പട്ടിക ചെല്ലുക 4 ആകുമ്പോൾ നിർത്തുന്നത്. എത്ര കിട്ടും? 2 2 4. 5ന് നോക്കുമ്പോൾ പറ്റത്തില്ലല്ലോ, 2ന്റെ ഗുണിതമല്ലല്ലോ. അപ്പൊ 5 താത്തിറക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ സംഖ്യ താത്തിറക്കണം. എന്നിട്ട് കോമ ഇടുക. 2ന്റെ പട്ടിക ചെല്ലുക 6 ആകുമ്പോൾ നിർത്തുന്നത്. എത്ര കിട്ടും? 3 2 6. 3 2 6. അപ്പൊ ഇനി 2 വെച്ച് ചെയ്യാനാണെങ്കിൽ 2നെ മാത്രമേ പറ്റത്തുള്ളൂ. 5 വെച്ചാണെങ്കിൽ 5 മാത്രമേ പറ്റത്തുള്ളൂ. 3 വെച്ചാണെങ്കിൽ എത്ര കിട്ടും? 3നെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ LCM എത്രയാണ്? 2 ഗുണം 2. LCM കണ്ടുപിടിക്കാൻ ഈ സൈഡിൽ കിടക്കുന്നത് അടിയിൽ കിടക്കുന്നത് എല്ലാം കൂടെ എഴുതി ഗുണിക്കണം. 2 ഗുണം 2 ഗുണം ഈ 2 ഗുണം 5 ഗുണം 3, 2 2 4, 4 2 8, 8 5 40, 40 ഗുണം 3, 4 3 12 ഇസിക്കല് 120 എന്ന് വരും. ഇതാണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉസാഗ എന്താണെന്ന് നോക്കാം. ഉസാഗ എന്താണെന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകം. സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകം. ഏറ്റവും വലിയ പൊതു ഘടകം. പൊതു ഘടകത്തെയാണ് എന്തോ പറയുന്നത്, ഉസാഗ എന്ന് പറയുന്നത്. സംഖ്യകളെ ഏറ്റവും വലിയ പൊതു ഘടകത്തെയാണ് എന്തോ പറയുന്നത്, ഉസാഗ. നമുക്ക് തന്നേക്കുന്ന സംഖ്യകളുണ്ട്, അതിന്റെ ഘടകങ്ങളാക്കും. അതിൽ ഏറ്റവും വലിയ പൊതു ഘടകത്തെയാണ് എന്താ പറയുന്നത്, ഉസാഗ എന്ന് പറയുന്നത്. ഏറ്റവും കണ്ടുപിടിക്കാൻ നോക്കാം. 4ന്റെ 8, 4ന്റെ 8ന്റെ ഉസാഗ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ 2 വെച്ച് ചെയ്യുന്നു. 2ന്റെ പട്ടികയിൽ 4 ആകുമ്പോൾ നിർത്തുക. എത്ര കിട്ടും? 2 2 4. 2ന്റെ പട്ടികയിൽ 8 ആകുമ്പോൾ നിർത്തുക. എത്ര കിട്ടും? 4 2 8. അപ്പൊ ഇനി വീണ്ടും ചെയ്യാം. ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണല്ലോ, വീണ്ടും ചെയ്യാം. 2 ചെയ്യാം. 1 2 2, 2 2 4 അല്ലെ. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ലസാഗ കണ്ടുപിടിച്ചപ്പോൾ എന്താണ് ചെയ്തത്? ഈ സൈഡിലുള്ളതും താഴെയുള്ളതും നമ്മൾ എടുത്ത് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഉസാഗ കണ്ടുപിടിക്കുമ്പോൾ ഇത് മൊത്തം എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
ഈ സൈഡിൽ കിടക്കുന്നത് മാത്രം എടുത്താൽ മതി, താഴെയുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഉസാഗ സമം എത്രയാണ്? ഈ 2 ഗുണം 2 2 ഗുണം 2 2 ഗുണം 2 എത്രയാണ്? 4 എന്ന് കിട്ടും. അപ്പൊ 4ന്റെ 8ന്റെ ഉസാഗ എത്രയാണ്? 4 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? അടുത്ത് 3ന്റെ 6ന്റെ 9ന്റെ ഉസാഗ എന്താണെന്ന് നോക്കാം. 3ന്റെ 6ന്റെ 9ന്റെ നമുക്ക് ഇതിനെ എല്ലാத்தைയും എന്ത് ചെയ്യാം? 3 ചെയ്യാം. 1 3 3 2 3 6 3 3 9. ഇനി താഴോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഉസാഗ എത്രയാണ്? 3. അപ്പൊ ഉസാഗ സമം എത്രയാണ്? 3 എന്ന് വരും. ഇനി 3 5 7 ഈ 3ന്റെ 5ന്റെ 7ന്റെ ഉസാഗ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, ഇതിന്റെ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉസാഗ എത്രയാണ്? 1. ഉസാഗ സമം എത്രയാണ്? 1 എന്ന് വരും. അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ വെച്ച് നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റുമോ? ഇല്ല, 1 മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 സംഖ്യയ്ക്കും കോമൺ ആയിട്ടുള്ള പൊതു ഘടകം ഏതാണ്? 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉസാഗ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ ഉസാഗ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഉസാഗ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ലസാഗ കണ്ടുപിടിക്കുന്ന തന്നെ ഘടകങ്ങളാക്കുക. അപ്പൊ 2 ഇവിടെ ഇടുക. 2 വെച്ച് ചെയ്യാൻ പറ്റും. 2ലെ ഘടകങ്ങളാണല്ലോ ഇത്, അതായത് ഇരട്ടസംഖ്യകളാണല്ലോ. അപ്പൊ 2 പട്ടികയിൽ 8 നിരത്തുക എത്ര? 4 2 8. 2 പട്ടികയിൽ എത്ര കിട്ടും? 6 നിരത്തുക എത്ര? 3 2 6. 2 പട്ടികയിൽ 12 നിരത്തണം എത്ര കിട്ടും? 6 2 12. നോക്കിയോ, ഇനി നമുക്ക് 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ 4നെ 6നെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 വെച്ച് ചെയ്യുകയാണെങ്കിൽ 3നെ 6നെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ വേണം? ഇതിന് 2 ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് ഉസാഗ കണ്ടുപിടിക്കാനായതുകൊണ്ട് 3 ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഉസാഗ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൊതുവായിട്ടുള്ള ഘടകത്തെയാണ് എന്താ പറയുന്നത്? ഉസാഗ എന്ന് പറയുന്നത്. അപ്പൊ 2 വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ സംഖ്യ ഉസാഗ എത്രയാണ്? ഉസാഗ സമം എത്രയാണ്? 2 എന്ന് പറയാം. മനസ്സിലായോ? 1/3 2/7 4/5 8/11 എന്നീ ഭിന്നസംഖ്യകളെ ലസാഗു എത്ര? ഇങ്ങനെ കുറെ ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലസാഗു കണ്ടുപിടിക്കുന്നതിന് അംശങ്ങളുടെ ലസാഗു ഭാഗം ഛേദങ്ങളുടെ ഉസാഗ എന്ന് എഴുതാം. അതായത് നമുക്ക് അംശ ഏതൊക്കെയാണ്? 1 2 4 8. ഛേദം ഏതാണ്? 3 7 5 11. അപ്പൊ നമ്മൾ ഈ അംശം എല്ലാം ഇങ്ങോട്ട് എടുത്തെഴുതും. 1 2 4 8 എഴുതുന്നു. അതിന്റെ എന്തോ കണ്ടുപിടിക്കുന്നു? ലസാഗു കണ്ടുപിടിക്കുന്നു. ലസാഗു. അപ്പൊ നമുക്ക് 2 വെച്ച് ചെയ്യാം. 1 താത്രകം 1 2 2 2 2 4 4 2 8 അല്ലെ? വീണ്ടും 2 വെച്ച് ഇതിനെ 2 ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും നമുക്ക് ചെയ്യാം. 2 വെച്ച് 1 1 1 2 2 2 2 4. LCM സമം 2 ഗുണം 2 ഗുണം 2 സമം എത്ര കിട്ടി? 8 കിട്ടും. 2 ഗുണം 2 4 4 ഗുണം 2 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ അംശങ്ങളെ ലസാഗു നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യണം? ഛേദങ്ങളുടെ ഉസാഗ കണ്ടുപിടിക്കണം. ഛേദങ്ങളുടെ ഉസാഗ 3 7 5 11 ഇങ്ങോട്ട് എഴുതണം. എന്നിട്ട് അതിന്റെ ഉസാഗ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഉസാഗ എത്രയാണ്? ഇതിനകത്ത് പൊതുവായ ഘടകം ഏതാണ്? 1 മാത്രമല്ലേ ഉള്ളൂ. 1 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഘടകങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉസാഗ എത്രയാണ്? ഉസാഗ സമം എത്രയാണ്? ഉസാഗ 1. അപ്പൊ ബൈ 1 എന്ന് എഴുതാം. മനസ്സിലായോ? 8/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 8. 8 എന്ന് പറഞ്ഞാൽ 8നെ 1 കൊണ്ട് ഭാഗിക്കുന്നതാണ്. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 8 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 4/3 6/9 8/15 എന്നീ ഭിന്നസംഖ്യയിലെ ഉസാഗ എത്ര? അപ്പൊ നമുക്ക് ലസാഗു കണ്ടുപിടിച്ചപ്പോൾ എന്ത് എഴുതി? നമ്മൾ അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഉസാഗ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അംശങ്ങളുടെ ഉസാഗ ബൈ ഛേദങ്ങളുടെ ലസാഗു. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയുമോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് മേളിൽ എഴുതണം. ഇപ്പൊ നമുക്ക് ആണെങ്കിൽ ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അംശങ്ങളുടെ ഉസാഗ ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. ഇപ്പൊ നമുക്ക് ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്തിനാ? അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ എന്ന് എഴുതണം. നമുക്ക് ഇവിടെ ഉസാഗ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അംശങ്ങളുടെ ഉസാഗ ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. അപ്പൊ നമ്മൾ അംശം കൊണ്ട് എഴുതാം 4 6 8. ഈ അംശങ്ങളുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ഉസാഗ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 2 വെച്ച് ചെയ്യാൻ പറ്റും. 4 ചെയ്യുമ്പോൾ 2 4. 2 പട്ടിക ചെല്ലുക 6 നിരത്തുക എത്ര കിട്ടും? 3 2 6. 2ന്റെ പട്ടികയിൽ 8 നിരത്തുക കിട്ടും 4 2 8. ഇനി 2 വെച്ച് ഈ 2നെയും 4നെയും ചെയ്യാം. പക്ഷെ 3നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉസാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഖ്യയുടെയും പൊതുവായ ഘടകമായിരിക്കണം. എല്ലാ സംഖ്യയിലും ഏറ്റവും വലിയ പൊതുവായ ഘടകത്തെയാണ് എന്താ പറയുന്നത്? ഉസാഗ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 2 മാത്രമേ ഉള്ളൂ. പിന്നെ താഴോട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഉസാഗ എത്രയാണ്? 2 എന്ന് എഴുതാം.
ഇനി ലസാഗു എത്രയാണ്? 3, 9, 15. 3, 9, 15 ഛേദങ്ങളുടെ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. 3ന്റെ 9ന്റെ 15ന്റെ ലസാഗു കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കോമൺ ആയിട്ട് എന്താ എഴുതാം? 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 3 ഒരു 3 3. 3ന്റെ പട്ടികയിൽ 9ാമത് എടുത്ത് 3 9. 3ന്റെ പട്ടികയിൽ 15ാമത് എടുത്ത് എത്ര കിട്ടും? 5 3 15. ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല, താഴോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ LCM സമയം എത്രയാണ്? ലസാഗു എത്ര കിട്ടും? 3 ഗുണം 5 എന്ന് കിട്ടും. 3 ഗുണം 3 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9 ഗുണം 5 45 എന്ന് കിട്ടും. 45. അപ്പം ഛേദങ്ങളുടെ ലസാഗു എത്ര കിട്ടി? 45 എന്ന് കിട്ടി. അപ്പം 2/45 എന്ന് കിട്ടും നമുക്ക് എന്റെ ആൻസർ.